പ്രേക്ഷകരെ, നമ്മൾ വയനാട്ടിൽ കുറച്ച് അഭിഭാഷകരെയും അതുപോലെ തന്നെ ജഡ്ജിമാരെയും ഒക്കെ വടംവലിക്കായിട്ട് നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വയനാട് ജില്ലാ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റ കോടതി വളപ്പിലെ ഓണാഘോഷത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. വടംവലി മത്സരം എന്തായി എന്ന് നമുക്കെന്നറിയാം. ദീപക് മോഹൻ, വെൽക്കം ബാക്ക്. എന്തായി, വടം വലിച്ചു തുടങ്ങിയോ? സുജയ പാർവതി, വടംവലി മത്സരം ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ കോടതി എ ടീമും ഫാമിലി കോർട്ടും തമ്മിലുള്ള വടംവലി മത്സരം രണ്ടാം റൗണ്ട് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ആവേശത്തിൽ തന്നെയാണ് കൽപ്പറ്റ കോടതിയിലെ അഭിഭാഷകർ. അതിന്റെ വടംവലി മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുടുംബ കോടതിയോ അതോ സാധാ കോടതിയോ, ഏത് ജയിക്കും? കുടുംബ കോടതി ഒരു ഭാഗത്ത്. ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ ജില്ലാ കോടതി ആണ് ജയിച്ചിരിക്കുന്നത്. ഫാമിലി കോർട്ടിന്റെ ആദ്യത്തെ റൗണ്ടിൽ 3 റൗണ്ടുകളിൽ ആദ്യത്തെ റൗണ്ട് ഇപ്പോൾ ഫാമിലി കോർട്ടിനാണ് വിജയം നേടിയിരിക്കുന്നത്. വീണ്ടും മറുഭാഗത്തെത്തി രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുകയാണ്. തിരിച്ചു വരാൻ പറ്റും. ഇനി രണ്ട് റൗണ്ട് കൂടി ഉണ്ടല്ലോ. തിരിച്ചു വരാം. ഫാമിലി കോർട്ട് വിജയിക്കട്ടെ. കുടുംബം ജയിക്കണമെന്നാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുടുംബ കോടതിയിലെ ജീവനക്കാർ, അഭിഭാഷകർ എല്ലാവരും ഉണ്ട്. അപ്പോൾ അടുത്ത റൗണ്ടിൽ ആര് ജയിക്കുമെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു തീരുമാനമാക്കാം. സുജയ, നമുക്ക് ഈ വർഷം ഇത് ആദ്യത്തെ ഓണാഘോഷമാണ്. അത് അഭിഭാഷകർക്കൊപ്പം കൽപ്പറ്റയിലെ ഈ കോടതി വളപ്പിൽ തന്നെ നമുക്ക് ഇവരോടൊപ്പം പങ്കുചേരാൻ പറ്റിയത് വലിയൊരു സന്തോഷമാണ്. ഈ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് ഇവർ ഇന്ന് രാവിലെ മുതൽ ഓണാഘോഷ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ചത്. പൂക്കളം മത്സരം തുടങ്ങി കേസുകെട്ടെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് അവരാദ്യം അത്തപ്പൂക്കളം ഇട്ടു. അങ്ങനെ അത്തം ദിനത്തിലെ ആഘോഷം വയനാട് കോടതി വളപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറെ പേരൊക്കെ ഇപ്പോഴും വക്കീലന്മാരുടെ ഉടുപ്പൊന്നും മാറ്റിയിട്ടില്ല. അവരൊക്കെ ഇന്ന് കേസുണ്ടായിരുന്നോ? ഇന്ന് കോടതിക്ക് അവധിയായിരുന്നോ? പിന്നെ എങ്ങനെയാണ് ഈ ആഘോഷമൊക്കെ സംഘടിപ്പിക്കുന്നത്? സുജയ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് വടംവലി മത്സരം ആരംഭിക്കുകയാണ്. ആ മത്സരത്തിന് ശേഷം ഞാൻ കൂടുതൽ അഭിഭാഷകരുടെ അടക്കം പ്രതികരണങ്ങൾ എടുക്കാം. സ്പോർട്സ് കൗൺസിലിന്റെ റഫറി ലൂക്ക സാറാണ് വടംവലിയുടെ ഒരു ഭാഗത്ത്. ജില്ലാ കോടതിക്ക് തന്നെയാണ്. അപ്പൊ പിന്നെ മൂന്നാമത്തെ റൗണ്ട് വേണ്ടല്ലോ ദീപക്. 2 റൗണ്ടിലും ജില്ലാ കോടതി ജയിച്ചു. സുജയ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിലിപ്പോ 2 മത്സരങ്ങളിലും ഇവർ തന്നെയാണ് വിജയം നേടിയിരിക്കുന്നത്. ജില്ലാ കോടതിയിലെ ബിലഹരിയാണല്ലേ, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല അടിപൊളി മത്സരമാണ്. നല്ല എതിരാളികളായിരുന്നു. സൂപ്പറായിട്ട് മത്സരിക്കുന്നുണ്ട് എല്ലാവരും. ഓണായതുകൊണ്ട് രാവിലെ തന്നെ എല്ലാവരും അതെ, ഞങ്ങൾ ഈ തിരക്കുകൾക്കിടയിൽ ഞങ്ങളുടെ ഒരു ആഘോഷം എല്ലാവരും നന്നായി ആഘോഷിക്കുന്നുണ്ട്. സ്നേഹം ചോദിച്ചു. സുജ, ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുറച്ചധികം അഭിഭാഷകർ ഇവിടെ കറുത്ത വസ്ത്രമൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഓണാഘോഷം ആയതുകൊണ്ട്. ഓക്കെ ദീപക്, എന്തായാലും അവർ ആഘോഷമൊക്കെ നടത്തട്ടെ. നമ്മളപ്പോൾ വയനാട് കോടതി വളപ്പിലെ ആഘോഷങ്ങളാണ് കണ്ടത്. ദീപക് മോഹനാണ് അവർക്കൊപ്പം ചേർന്നത്.